ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ഇടുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാം, ചെന്നൈയിലല്ല, ഇതെൻ്റെ നാട്ടിലാണ്. എൻ്റെ അമ്മമ്മയുടെ വീടാണിത്, പാലക്കാടിലുള്ള ഷൊർണൂർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു വെക്കേഷൻ ഒന്നും പറയാൻ പറ്റില്ല, കുറച്ച് ദിവസം ഒഴിവ് കിട്ടിയപ്പോൾ നമ്മൾ നാട്ടിലൊന്നും ഇൻലോസിൻ്റെ വീട്ടിലും ബാംഗ്ലൂരും എല്ലായിടത്തും അങ്ങനെ പോയി നിന്നു. അപ്പോൾ നമുക്ക് ഒബിയസ്ലി ടൈം കിട്ടിയില്ല, അതുകൊണ്ടാണ് എനിക്ക് ലോങ് വീഡിയോയും കാര്യങ്ങളൊന്നും ആയിട്ട് ഇടാൻ പറ്റാതിരുന്നത്. പിന്നെ ജോലിയും കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം കൂടി ഒരുമിച്ച് ലോട്ടറി അടിച്ചപ്പോൾ എനിക്ക് സമയം കിട്ടിയില്ല ഇടാൻ വേണ്ടി. പിന്നെ കൂടുതൽ എൻ്റെ കുറച്ച് മടിയും എല്ലാം കഴിയുമ്പോഴേക്കും എനിക്ക് സമയം കിട്ടാറില്ല. ഇത് ഞാൻ എടുത്തു വെച്ചിരുന്നു വീഡിയോ ഒക്കെ, പക്ഷേ ഇടാൻ പറ്റിയിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ ഇതെൻ്റെ അമ്മമ്മയുടെ വീടാണ്. അപ്പം നമ്മൾ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ നമ്മുടെ കൂടെ ഒരാളും ലിയോനെയും കൂട്ടിയിട്ടാണ് പോയത്. കാരണം നമ്മൾ കുറച്ചധികം ദിവസം നിൽക്കണം എന്നുള്ളൊരു പ്ലാനിലാണ് പോയാറുന്നത്. അപ്പം അവൻ അത്രയും ദിവസം വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവനെയും കൂട്ടി. അപ്പോൾ ഇത് രാവിലെ ഒരു 7 മണി 7:15 ആയിട്ടുള്ള ഒരു സമയമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇഷാൻ ഇത്രയും വെളുപ്പിനൊക്കെ എണീക്കുന്നത് കാണുന്നത്. അല്ലെങ്കിൽ അവൻ 9 മണി മിനിമം ഉറങ്ങും. അവൻ അവിടെ ചെന്നതിന് ശേഷം രാത്രി ഒരു 9-9:30 ആകുമ്പോഴത്തേക്കും കിടന്നുറങ്ങും. രാവിലെ 7-7:15 ആകുമ്പോഴത്തേക്കും എണീക്കും. സോ അതൊരു നല്ല റുട്ടീനാണ്. ഞാനിവിടെ ചെന്നൈയിലൊക്കെ ആകുമ്പോൾ ആൾ ഒന്ന് ഉറക്കി വരുമ്പോഴത്തേക്കും ഒരു യുദ്ധം കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ ഇഷാനും തമ്മിൽ. 11 മണി 11:30 12 മണിയൊക്കെ ആവും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നല്ലൊരു റുട്ടീനാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ഓടിക്കളിക്കാനും ഒത്തിരി സ്ഥലം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവന് വീട്ടിൽ കയറ്റിയില്ലെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ വേണമെങ്കിൽ അവൻ ഓടിക്കളിക്കും. അങ്ങനെയായിരുന്നു, പുറത്തു കൂടെ തന്നെയായിരുന്നു അവൻ നടക്കുന്നുണ്ടായിരുന്നത്. വീടിൻ്റെ ഉള്ളിൽ കയറാനോ അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യാനോ സ്ക്രീൻ ടൈമിലോ ഒന്നിനും അവൻ ചോദിച്ചിരുന്നില്ല. അവൻ ഡിമാൻഡേ ചെയ്തിരുന്നില്ല. വെള്ളത്തിലും മുറ്റത്ത് കൂടെയും പാടത്തും അങ്ങനെ നല്ലോണം. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ നമുക്കായിരുന്നു നാട്ടിൽ പോകുമ്പോൾ ഭയങ്കര നെസ്റ്റ് ഫീലിംഗ് ആയിരുന്നു. നാട്ടിൽ പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ പോകാൻ, മുറ്റത്ത് കൂടെ നടക്കുക, പാടത്ത് നടക്കുക, കുളത്ത് കളിക്കുക, വെള്ളത്തിൽ അങ്ങനെയൊക്കെ നമുക്കൊരു നെസ്റ്റ് ഫീലിംഗ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു ഞങ്ങൾ പോയൊരു ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിരിക്കുന്നത് ഇഷാനും ലിയോയും ആയിരിക്കും. അവരാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ടുപേരും പുറത്തുനിന്ന് കയറുന്നുണ്ടായിരുന്നില്ല. സോ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ രാവിലെ ലിയോയ്ക്കും ഫുഡൊക്കെ കൊടുത്തു. അപ്പോഴേക്കും മീൻകാരനൊക്കെ വന്ന് അമ്മ മീനൊക്കെ വാങ്ങി. അപ്പോൾ ഇഷാനൊക്കെ ഇങ്ങനെ കാട്ടി കൊടുക്കുമ്പോൾ നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാവിലെ ആകുമ്പോൾ അമ്മ അന്ന് കുരുമുളക് പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അതെല്ലാം ഇങ്ങനെ മുറ്റത്ത് ഇടുമായിരുന്നു. അമ്മ ഇടും, ഇവൻ പിന്നാലെ പോയി അതെല്ലാം പെറുക്കി വെച്ച് എടുത്ത് വലിച്ചറിയും. അങ്ങനെയാണ്. അപ്പം അമ്മമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് അന്ന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളാണ് അമ്മ നാട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളും ആ സമയത്ത് വെക്കേഷന് പോയപ്പോൾ അങ്ങനെ അമ്മമ്മയുടെ വീട്ടിൽ വന്നതാണ്. അപ്പോൾ ഇത് അമ്മമ്മയ്ക്ക് അമ്മ ബ്രേക്ക്ഫാസ്റ്റും ഞാൻ ഇച്ചുവിനും ബ്രേക്ക്ഫാസ്റ്റും ലിയോക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് കഴിക്കുന്നതാണ്. രാത്രി ഇതൊരു 1 മണിക്കൂർ 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. ഞങ്ങൾ പതുക്കെ കഴിച്ച് ലോകത്തായ ലോകങ്ങളും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എത്ര നേരം ഇരുന്നാണ് ഇത് കഴിച്ച് തീർക്കുന്നതെന്ന് എനിക്കറിയില്ല. അത്രയും ഞങ്ങൾക്ക് പറയാനുണ്ടാകും. ചിലപ്പോൾ ഇന്നലെ പറഞ്ഞത് തന്നെ ആയിരിക്കും, ചിലപ്പോൾ വെളുപ്പിനെ പറഞ്ഞായിരിക്കും, രാത്രി പറഞ്ഞു. പക്ഷെ ആ ടോപ്പിക് തന്നെ ഞങ്ങൾ പിന്നെയും ഇരുന്ന് കുറേ ആൾക്കാരുടെ കാര്യങ്ങളും എനിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ കൂടുതലും എക്സ്പ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങൾ ഉള്ളതൊക്കെ ഞാൻ പറയുന്നതും അമ്മടുത്തും എൻ്റെ ഹസ്ബൻഡിനോട് വേണം. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ടാവും പറയാൻ വേണ്ടി. ഞങ്ങൾ എത്രയധികം കാണുന്നു അത്രയധികം കുറേ കാര്യങ്ങൾ അമ്മയ്ക്കും നമ്മുടെ എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സംസാരിക്കും. അപ്പോൾ ഇഷാൻ ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് അമ്മമ്മയായി. കുട്ടികൾ അങ്ങനെയാണല്ലോ, അവരെത്രയാണോ ഒരാളെ അധികം കാണുന്നത് അതിനനുസരിച്ചായിരിക്കുമല്ലോ കുട്ടികൾ ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആണ്. അപ്പം അമ്മേനെ ഇപ്പോൾ അവൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്, അമ്മ വരാറുണ്ട്. അതുപോലെ അമ്മയുടെ അടുത്തേക്ക് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലാറുണ്ട്. അപ്പം അവന് മീറ്റപ്സ് കൂടുതലാണ് അമ്മയായിട്ട്. അതുകൊണ്ട് അമ്മയായിട്ട് നല്ല അറ്റാച്ച്ഡ് ആണ്. അമ്മ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ എല്ലാം ആളും ഉണ്ടാവും പിന്നാലെ. അപ്പം ഞാനും ഇഷാനും കൂടിയും ഒന്ന് നടക്കാനും ഇതിനൊക്കെ ആയിട്ട് ഇങ്ങനെ പോയതാണ്. അപ്പോൾ ഉച്ചയ്ക്ക് അവിടുത്തെ വെള്ളത്തിൽ കളിക്കലും ഇതൊക്കെ പ്രധാനമാണ്. പിന്നെ ഞങ്ങൾക്കൊരു നാട്ടിൽ ചെന്നാൽ എനിക്ക് യൂഷ്വലി അവിടുത്തെ അമ്പലത്തിലൊക്കെ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയിലായിരുന്നു. എൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് അമ്മയ്ക്കും എനിക്കൊക്കെ പോയിട്ട് വന്ന് നമ്മുടെ ടൗണിൽ പോയി കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങണം. അപ്പോൾ ഇഷാന് അധികം അങ്ങനെ ഓട്ടോയിൽ പോകാത്തതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട്. അവൻ ഓട്ടോയിൽ പോകാമെന്ന് പറഞ്ഞാൽ എവിടെ ഓട്ടോ നിന്നാലും അവൻ ഓടി ആദ്യം കയറും. അങ്ങനെയൊക്കെയാണ്. അപ്പം അംബ്രല്ല അവൻ തന്നെ തൊപ്പി വെച്ച് കൊടുത്തപ്പോൾ തൊപ്പി വേണ്ട, അംബ്രല്ല മതി. അപ്പോൾ ഞങ്ങൾ ഓട്ടോ തന്നെ പിടിച്ച് എവിടേക്ക് പോവുകയാണെങ്കിലും ഞാനും ഷാൻ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ ഞങ്ങൾ ഓട്ടോയിൽ പോകാൻ മാക്സിമം നോക്കും. അപ്പം ഞങ്ങൾ അത് കഴിഞ്ഞ് അമ്മ അവന് കുറച്ച് കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കും. കാരണം അവനെ എന്തെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആക്കി ഇരുത്തിപ്പിക്കാനായിട്ട്. അപ്പോൾ അവൻ ഇപ്പോൾ പണ്ടൊക്കെ ഞങ്ങളിങ്ങനെ സെലക്ട് ചെയ്ത് മേടിച്ചു കൊടുക്കാമെന്നു. ഇപ്പോൾ അവൻ തന്നെ എന്ത് വേണം എന്നുള്ളത് പറഞ്ഞു തരും. പിന്നെ അമ്മ അവന് കുറേ സാധനങ്ങളും സ്നാക്സും അതും ഇതും, എനിക്ക് തോന്നുന്നു ആ കവറിലിരിക്കുന്ന ഒക്കെ അവൻ്റെ ടോയ്സാണ്. ഒരു ലോഡ് ടോയ്സ് വാങ്ങിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് എനിക്ക് ഇത് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കടയാണ്. അപ്പോൾ എനിക്ക് അവിടുത്തെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്.
അപ്പോൾ എനിക്കൊന്നും എൻ്റെ മുന്നത്തെ പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ബിരിയാണി എന്ന് പറഞ്ഞ ഒരു വികാരമാണ് എനിക്ക്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ബിരിയാണിയും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ പിന്നെ നാട്ടിൽ ഇത് എനിക്കൊന്ന് സോഡ സർബത്ത് എന്തോ ആണ്. അപ്പോൾ യൂഷ്വലി ഞാൻ നാട്ടിൽ വരുമ്പോഴാണ് അത് കൂടുതലും കാണാറുള്ളത്. അപ്പോൾ അതൊക്കെ വാങ്ങി കുടിച്ചു. വേഗം വന്നിട്ട് ഇഷാന് ഫുഡൊക്കെ കൊടുത്ത് ഞാൻ അവനെ കിടത്തി ഇറക്കി. അവൻ 12:30-1 മണിയൊക്കെ ഉണ്ടെങ്കിൽ അവൻ ഉറങ്ങും, ഒരു 3 മണി വരെയൊക്കെ ഉറങ്ങും. പിന്നെ ഞങ്ങൾ ഇരുന്ന് ബിരിയാണിയും കാര്യങ്ങളൊക്കെ കഴിക്കാൻ. ഞാൻ പറഞ്ഞു ഇത് നമ്മുടെ ഉള്ളിൽ ഇരിക്കാനും ഡൈനിങ് ടേബിളും കാര്യങ്ങളുണ്ട്, പക്ഷെ ഞാൻ ചെന്നാൽ ഒരു വെള്ളം കുടിക്കണമെങ്കിൽ ഞാൻ ആ ഒരു ഏരിയയിൽ പോരുന്നിട്ടാ കുടിക്കുക. ഞാൻ ഇതിപ്പോൾ ഞാൻ എടുത്തൊരു സമയത്ത് അധികം അങ്ങനെ ചൂടോ കാര്യങ്ങളൊന്നും ആയിട്ടുണ്ടാകുന്നില്ല. വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെ എക്സ്ട്രീം ചൂടിലേക്കൊന്നും എത്തിയിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ ഞാൻ ആ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ലിയോനെ അഴിച്ചുവിടും. ലിയോ മുറ്റത്ത് കൂടെ ഒക്കെ ഓടി നടന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ സാധിക്കും. പിന്നെ ഞാൻ പുറത്തിരിക്കുക അങ്ങനെ അവിടെ ചെന്നാൽ എനിക്ക് അകത്തേക്ക് അങ്ങനെ ഉറങ്ങാൻ പറ്റാറില്ല ഉച്ചയ്ക്ക്. കാരണം ഇച്ചും അധികം നേരം അങ്ങനെ ഉറങ്ങില്ല. ഒരു 2:30-3 മണിയാകുമ്പോൾ അവൻ എണീക്കും. നേരത്തെ ഉറങ്ങുന്നുണ്ടല്ലോ ഉച്ചയ്ക്ക്, അപ്പോൾ നേരത്തെ എണീക്കും. അപ്പോൾ ഇതിപ്പോൾ ഒരു വൈകുന്നേരം സമയമായി, ഒരു 5-5:30 അപ്പോൾ എനിക്ക് അമ്പലത്തിൽ പോകണമായിരുന്നു. അപ്പോൾ അമ്മമ്മ അവിടെ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് അമ്മയ്ക്ക് വരാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഓട്ടോ അമ്മ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫ്രീക്വൻ്റ് ആയിട്ട് എല്ലാ ഓട്ടോയിലും വരുന്ന ഒരു വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഏട്ടനാണ്. അപ്പോൾ ആ ഏട്ടൻ്റെ ഇവിടെ ഞാനും ഇച്ചും കൂടി അമ്പലത്തിലൊക്കെ പോവുകയാണ്. അപ്പം എനിക്ക് കുറച്ച് ഫേവറേറ്റ് അമ്പലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അധിക ദിവസം നിൽക്കോ ഇല്ലയോ എന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ഒരൊറ്റ സ്ട്രെച്ചിൽ 2-3 അമ്പലങ്ങളിൽ അങ്ങനെ പോയി എല്ലാ അമ്പലത്തിലും ഇച്ചുവിനെ കൊണ്ട് തൊഴിയിക്കണം എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കും. അടുത്ത പ്രാവശ്യം വരുമ്പോൾ പോവാം എന്നുള്ളത് എൻ്റെ ഒരു വിശ്വാസമാണ്, എനിക്കിഷ്ടമാണ്. എനിക്ക് അവിടുത്തെ കുറച്ച് ഫേവറേറ്റ് അമ്പലങ്ങളുണ്ട്, ഞാൻ വിശ്വസിക്കുന്ന അമ്പലങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി ഇച്ചിനെയും കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. പിന്നെ വന്നു കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ അമ്മമ്മയും പേരക്കുട്ടിയും തമ്മിലുള്ള അമ്മ തന്നെ അവന് ഫുഡ് കൊടുക്കുക, അവൻ്റെ കാര്യങ്ങൾ കുളിപ്പിക്കൽ, ഭക്ഷണം കൊടുക്കൽ എല്ലാം അമ്മയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. അവൻ ഗ്രാൻഡ് പാരൻസിനോട് കുറച്ചും കൂടി അറ്റാച്ച്ഡ് ആവുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. Until then, you take it. Bye bye.